ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഈ കഥ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഇതിലെ നായികേനെയാണ്. ഇവളുടെ പേര് സാഡി എന്നാണ്. യാത്ര ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു പെൺകുട്ടിയാണ് അവള്. ഇന്നത്തെ ദിവസം ഇവളൊരു യാത്രയിലാണ്. സിറ്റിയിൽ നിന്നും മാറിയിട്ട് ഒരുപാട് ദൂരേക്കാണ് ഇവള് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവളുടെ ഈ യാത്രയ്ക്ക് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഇവളുടെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടിയാണ്, അവള് മരിച്ചുപോയി. ആ ഒരു വിഷമം കൂടെ വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവൾ ഇന്ന് ഇങ്ങനെ ഒരു ദൂരയാത്ര തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവളെ യാത്ര ചെയ്യുന്നതിനിടയിൽ അവളെ ബോസ് അവിടെ വിളിക്കുന്നുണ്ട്. നീ ഇതവിടെ പോയതാ? നിന്നെക്കുറിച്ച് ഒരു ഇൻഫർമേഷനും ഇല്ലല്ലോ, നീ എന്താ ജോലിക്ക് ജോയിൻ ചെയ്യാത്തത് എന്നൊക്കെയാണ് ബോസ് ചോദിക്കുന്നത്. അതിന് സാഡി മറുപടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവളായിരുന്നു അവളിപ്പോൾ മരിച്ചുപോയി. ആ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് നല്ല സങ്കടമുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ തൽക്കാലം ജോലി ചെയ്യാൻ സാധിക്കത്തില്ല. ഞാൻ 2-3 ദിവസമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരാം എന്നാണ് സാഡി പറയുന്നത്. ഇനി കാണിക്കുന്നത് ഈ കഥയിലെ നായകനെയാണ്. ഇവന്റെ പേര് കോൾ എന്നാണ്. ഇവനൊരു കൃഷിക്കാരനാണ്. കൃഷിയൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വിളവൊക്കെ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് വിൽക്കുക, അതാണ് ഇവന്റെ ജോലി. ഇന്നത്തെ ദിവസവും അവൻ മാർക്കറ്റിൽ തന്റെ കടയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതേ സമയം തന്നെ സാഡിയും ആ മാർക്കറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അവൾ നേരെ പോകുന്നത് കോളിന്റെ കടയിലേക്കാണ്. രണ്ടുപേരും കാണാൻ നല്ല ലുക്കാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ അവർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടു. പക്ഷെ അവിടെ നിന്ന് സാധനം വാങ്ങി തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ അവർ തമ്മിൽ ചെറുതായിട്ടൊന്ന് ഉടക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാഡിക്ക് വേണ്ടത് ഒരു ചട്ടി പൂച്ചെടിയായിരുന്നു. കോളാണെങ്കിൽ അത് എടുത്തു കൊടുക്കുകയും ചെയ്തു. പക്ഷെ കോൾ ആ ചെടി കൊടുക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, നല്ല രീതിയിൽ ഇതിനെ പരിപാലിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കോൾ ആ ചട്ടി കൊടുക്കുന്നത്. എന്നാൽ അവള് പറയുന്നത്, എനിക്ക് അങ്ങനെ നല്ല രീതിയിലൊന്നും പരിപാലിക്കാൻ പറ്റത്തില്ല, ഞാൻ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ജോലി ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ എനിക്ക് ഇതിനെ നോക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് അവള് പറയുന്നത്. പക്ഷെ ഈ ചെടികളെയും പൂക്കളെയും ഒക്കെ ഈ കോള് നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അത് അവൾക്ക് കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ഇടയ്ക്കൊക്കെ പരിപാലിക്കാനാണെന്നുണ്ടെങ്കിൽ നീ ഇത് കൊണ്ടോണ്ട, നിനക്ക് പറ്റിയത് മുൾച്ചെടിയാണെന്ന് പറഞ്ഞിട്ട് അവൻ ഒരു കാക്ടസിന്റെ പ്ലാന്റ് എടുത്തിട്ട് അവൾക്ക് കൊടുക്കുകയാണ്. ഇതൊക്കെയാണ് അവളെ ചൊടിപ്പിച്ചത്. വല്ലാതെ ദേഷ്യപ്പെട്ടാണ് അവൾ അവന്റെ അടുത്ത് സംസാരിക്കുന്നത്. അങ്ങനെ അവസാനം അവൾക്ക് ഇഷ്ടപ്പെട്ട ആ ചെടി വാങ്ങിയിട്ട് തന്നെ അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അവൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് അവന് വല്ലാത്തൊരു സങ്കടം. കാരണം അവൻ അവളെ ഇഷ്ടമാണല്ലോ, അവളെ അങ്ങോട്ട് വിട്ടുകളയാൻ അവന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ വേഗം അവളുടെ പുറകെ പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും അവൾ അവളുടെ കാറിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ അവൻ നേരെ ചെന്നിട്ട് അവളെ ഒരു ഡേറ്റിന് ക്ഷണിക്കുകയാണ്. അവൾക്കും അവന് ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് തന്നെ ദേഷ്യമൊക്കെ മറന്നിട്ട് അപ്പം തന്നെ അവളത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ അവനെ അവളുടെ കാറിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവരുടെ ഡേറ്റിംഗ് ആരംഭിച്ചു. അവൻ ആദ്യം അവളുടെ അടുത്ത് ചോദിക്കുന്നത് അവളുടെ പ്രൊഫഷനെ കുറിച്ചിട്ടാണ്. അത് കേൾക്കുമ്പോൾ അവൾ പറയുന്നത്, ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഈ ലോകം മൊത്തം കറങ്ങുന്നതാണ് എന്റെ ഹോബി എന്നാണ്. എന്നാൽ കോളിനെ സംബന്ധിച്ച് അവൻ അങ്ങനെ വല്ലാതെ ട്രാവൽ ചെയ്യുന്ന ആളൊന്നുമല്ല. അങ്ങനെ സംസാരിച്ച് നടക്കുന്നതിനിടയിലാണ് അവർ കുറച്ച് കോണിപ്പടികളുടെ മുന്നിലെത്തുന്നത്. അവിടെ എത്തുമ്പോൾ കോൾ ഒരു ഗെയിം പ്ലാൻ ചെയ്യാണ്. അതായത് നല്ല കുത്തനുള്ള കോണിപ്പടിയാണത്. ആരാണ് ആദ്യം മുകളിൽ ചെല്ലുക അവരാണ് ആ ഗെയിമിൽ ജയിക്കാൻ പോകുന്നത്. അവൻ ആ പ്ലാൻ പറയുമ്പോൾ അവർക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർ ആ കോണിപ്പടി കയറാൻ റെഡിയായി. എന്നാൽ ഈ കോളിന്റെ പോക്കറ്റിൽ കുറച്ച് സാധനങ്ങളുണ്ട്. ഇനി എങ്ങാനും ആ കോണിപ്പടി ഓടിക്കയറുന്നതിനിടയിൽ അതെങ്ങാനും താഴെ വീണ് പോകുമോ എന്ന് വിചാരിച്ചിട്ട് അവൻ തൽക്കാലത്തേക്ക് ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവളുടെ ബാഗിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനകത്തൊരു ഇൻഹേലറും ഉണ്ടായിരുന്നു. ഈ കോളിന് ആസ്മയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ കോണിപ്പടി കയറുന്നതിന് മുമ്പ് അവൻ ആ ഇൻഹേലർ ഒരു ഷോട്ട് എടുത്തതിന് ശേഷം അതും കൂടെ അവളുടെ ബാഗിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് അവൻ ആ കോണിപ്പടി കയറാൻ തയ്യാറാവുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ആ കോണിപ്പടി ഓടി കയറാൻ തുടങ്ങി. എന്നാൽ ഈ കോളിനേക്കാളും കൂടുതൽ സ്റ്റാമിന ഉണ്ടായിരുന്ന അവക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഗെയിമിൽ അവളാണ് ജയിച്ചത്. അങ്ങനെ പിന്നെയും അവർ ആ സിറ്റി മൊത്തം കറങ്ങാൻ തുടങ്ങി. അങ്ങനെ കുറെ കറങ്ങി രാത്രിയാവുമ്പോൾ അവരൊരു സ്ഥലത്ത് ചെന്ന് ഇരിക്കുകയാണ്. ഈ സമയമാവുമ്പോഴേക്കും അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാർക്കിൽ വെച്ചിട്ട് അവർ കിസ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നിട്ട് അവർ കിസ് ചെയ്തു. അവൻ അവളെ തിരിച്ച് അവളുടെ ഹോട്ടലിൽ ചെന്നാക്കുമ്പോൾ ആ ഹോട്ടൽ റൂമിന്റെ മുന്നിൽ വെച്ചിട്ടും അവർ പരസ്പരം കിസ് ചെയ്തു. എന്തിനേറെ പറയുന്നു, അവളുടെ ബെഡിൽ കിടന്നിട്ടും അവൻ അവളെ കിസ് ചെയ്തു. ഈ ഒരു നിമിഷം മുതൽ അവർ വല്ലാത്തൊരു പ്രണയത്തിലാവുകയാണ്. അങ്ങനെ അവളുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് അവൾ തിരിച്ച് അവളുടെ നാട്ടിലേക്ക് പോയി. വളരെ സന്തോഷത്തോടെയാണ് കോള് തിരിച്ച് അവന്റെ വീട്ടിലേക്ക് പോകുന്നത്. കാരണം ഇതുവരെ അവൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവനിപ്പോ കിട്ടിയിരിക്കുന്നത്. ഏത് സമയവും ഇപ്പൊ അവളെ കുറിച്ച് മാത്രമേ അവൻ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ കോൾ ഇപ്പം അവന്റെ വീട്ടിലെത്തി. അവന്റെ വീട്ടിൽ അവന്റെ കൂടെയുള്ളത് അവന്റെ അച്ഛൻ, അമ്മ, പിന്നെ ഒരു സിസ്റ്ററാണ്. വീട്ടിലേക്ക് ചെന്ന ഉടനെ അവൻ സാഡിയുടെ കാര്യമാണ് എല്ലാവരുടെ അടുത്തും പറയുന്നത്. അവൻ പുതിയൊരു റിലേഷനിലായി എന്ന് അറിയുമ്പോൾ അവർക്കും സന്തോഷമായി. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ അനിയെത്തി അവന്റെ ഫോൺ എടുക്കുന്നത്. അതിന് വാൾപേപ്പറായിട്ട് അവൻ ഇട്ടിരിക്കുന്നത് അവൻ സാഡിയുടെ കൂടെ ബെഡിലുണ്ടായിരുന്ന ഒരു ഫോട്ടോയാണ്. അവൾ അവന്റെ നെഞ്ചിൽ കിടന്ന് ഉറങ്ങുമ്പോൾ എടുത്ത ഫോട്ടോയാണത്. അത് കാണുമ്പോൾ, നീ എന്ത് വൃത്തിയാടാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്, നിങ്ങൾ ബെഡിൽ കിടക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തു വെക്കുകയാണോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ, എന്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോ എടുത്തു വെച്ചത് എന്നാണ് അവൻ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ പതിവ് പോലെ തന്നെ അവരവരുടെ വർക്കിലേക്ക് ഇറങ്ങി. ഇവരെല്ലാവരും കൃഷിക്കാരാണ്. അവന്റെ വീട്ടുവളപ്പിൽ തന്നെ പലതരത്തിലുള്ള കൃഷി അവർ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ തേനീച്ച വളർത്തൽ അവർ ചെയ്യുന്നുണ്ട്. ഈ പരിപാടികളൊക്കെ ചെയ്യുമ്പോഴും അവന്റെ മനസ്സിൽ ഇപ്പോഴും അവളുടെ ഓർമ്മകളാണ്.
അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അവൻ ഫോണൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അവള് പോയതിനു ശേഷം അവൻ ഒരുപാട് മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ട്. എന്നാൽ ഒന്നിനും ഇതുവരെയായിട്ടും റിപ്ലൈ വന്നിട്ടില്ല. മാത്രമല്ല അവള് പോയതിൽ പിന്നെ ഒരു കോള് പോലും അവന് വിളിച്ചിട്ടുമില്ല. അവൻ വിളിച്ചിട്ടാണെങ്കിൽ അവൾ എടുത്തിട്ടുമില്ല. അവൾ എന്തെങ്കിലും ബിസി ആയിരിക്കും എന്നാണ് അവൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ ഇന്നത്തെ ദിവസം മൊത്തം അവൾ ഒരു റിപ്ലൈ അവന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന് വല്ലാത്തൊരു വിഷമം വരാൻ തുടങ്ങി. ഈ കാര്യമൊക്കെ അവൻ അവന്റെ അച്ഛന്റെ അടുത്തും പെങ്ങളുടെ അടുത്തും പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ അവന്റെ സിസ്റ്റർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നീ ഗോസ്റ്റർ ആയിട്ടുണ്ടാവും എന്നാണ് അവള് പറയുന്നത്. അതായത് അവൾ അവനെ ഗോസ്റ്റ് ചെയ്തു. ഈ ഗോസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാൾ അപ്രത്യക്ഷമാവുക. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ അവൾ അവനെ തേച്ചു. പക്ഷെ അവന്റെ സിസ്റ്റർ അങ്ങനെ പറയുമ്പോൾ സാഡി തന്നെ ചീറ്റ് ചെയ്തെന്നൊന്നും അവന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് അവനൊരു കാര്യം ഓർമ്മ വരുന്നത്. അവൻ വേഗം തന്നെ അവന്റെ വീട്ടിലേക്ക് പോവാണ്. നേരെ ചെന്ന് അവൻ അവന്റെ ഫോണാണ് എടുക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോണിപ്പടി കയറുമ്പോൾ അവന്റെ ഇൻഹേലർ അവളുടെ ബാഗിൽ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. ഈ ഇൻഹേലർ ആണ് അവന്റെ ജീവിതത്തിൽ അവന് ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനം. അതുകൊണ്ട് തന്നെ അത് മിസ്സാവാതിരിക്കാൻ വേണ്ടി അവൻ അതിലൊരു ട്രാക്കർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഉടനെ തന്നെ അവന്റെ ഫോൺ എടുത്തിട്ട് ആ ട്രാക്കർ ഓണാക്കി. അതിൽ അവന് കാണാൻ സാധിച്ചത് അവൾ ഇപ്പൊ ഇംഗ്ലണ്ടിലാണെന്നാണ്. ആ കാര്യം അവൻ അവന്റെ വീട്ടുകാരുടെ അടുത്ത് പറയുമ്പോൾ അവൾ എന്തിനാണ് ഇത്ര പെട്ടെന്ന് ഇംഗ്ലണ്ടിലേക്ക് പോയത് എന്നാണ് അവരെല്ലാവരും ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവള് വർക്കിന്റെ പേരിൽ ഒരുപാട് യാത്ര ചെയ്യുന്നതാണ്, അതുകൊണ്ട് പോയതായിരിക്കും എന്നാണ് അവൻ മറുപടി പറയുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ അവന്റെ വീട്ടുകാരെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നേരെ ഇംഗ്ലണ്ടിലേക്ക് പോയിട്ട് അവൾക്കൊരു സർപ്രൈസ് കൊടുക്ക്. ഈ ട്രാക്കർ ഉള്ളതുകൊണ്ട് നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ, അതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് അവന്റെ പാരന്റ്സ് പറയുന്നത്. അവനാണെങ്കിൽ അത് ശരിവെക്കുകയും ചെയ്യുന്നു. അങ്ങനെ അടുത്ത ഫ്ലൈറ്റിൽ തന്നെ അവൻ ലണ്ടനിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവൻ ലണ്ടനിൽ ലാൻഡ് ചെയ്തു. അവിടേക്ക് എത്തിയ ഉടനെ തന്നെ കോള് സാഡിയെ അന്വേഷിച്ചിറങ്ങാണ്. അവന്റെ കയ്യിലുള്ള ട്രാക്കർ ഇപ്പോഴും ഓണാണ്. അത് വെച്ചിട്ടാണ് അവൻ അവളെ അന്വേഷിക്കുന്നത്. പക്ഷെ എവിടെയൊക്കെ നോക്കിയിട്ടും അവൾ അവന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ കുറെ സെർച്ച് ചെയ്തിട്ട് അവനിപ്പോ ഒരു സ്ഥലത്തെത്തി. ഈ സമയത്താണ് 4-5 പേര് അവന്റെ അടുത്തേക്ക് വരുന്നത്. അവരെ ആരെയും ഇവൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ആകെ സംശയിച്ച് നിൽക്കുകയാണ്. ഈ സമയം അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു സിറിഞ്ച് അവന്റെ ശരീരത്തിൽ കുത്തിയിട്ട് അവനെ ബോധം കെടുത്തുകയാണ്. പിന്നീട് അവന് ബോധം വരുമ്പോൾ അവനൊരു കൊള്ളസങ്കേതത്തിലാണ്. അവിടെ കുറെ ചെറിയ ജീവികളൊക്കെ വളർത്തുന്നുണ്ട്. അവന് ബോധം വരുമ്പോൾ അവനെ പിടിച്ചോണ്ട് പോയ ആൾക്കാരുടെ ലീഡർ അവന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഈ CIA-യുടെ ഒരു ഏജന്റ് ഉണ്ട്, ടാക്സ്മാൻ എന്നാണ് അയാളുടെ വിളിപ്പേര്. ഈ CIA-ക്കുള്ളിൽ ഈ ടീമിനൊരു ചാരനുണ്ടായിരുന്നു, എലീന എന്നാണ് അവളുടെ പേര്. ഈ എലീന എന്തോ ഒരു പാസ്കോഡ് കണ്ടെത്തി. പക്ഷെ അവൾ ആ കാര്യം ഈ ടീമിനെ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ ആ ടാക്സ്മാൻ അവളെ പിടിച്ച് കൊന്നു കളഞ്ഞു. ഇപ്പൊ ടാക്സ്മാനും ആ പാസ്വേഡ് എന്താണെന്ന് അറിയാം. ഈ ടാക്സ്മാൻ അവളെ കൊന്ന കാര്യവും ആ പാസ്കോഡ് കണ്ടെത്തിയ കാര്യവും ഈ ടീം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവര് ടാക്സ്മാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഇപ്പൊ ടാക്സ്മാൻ ആണെന്ന് വിചാരിച്ചിട്ടാണ് അവരിപ്പോ കോളിനെ അങ്ങോട്ട് പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് അവരുടെ ലീഡർ ഇപ്പൊ അവന്റെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് മണ്ടത്തരാണ് ഈ പറയുന്നത്, ഞാൻ ടാക്സ്മാൻ ഒന്നുമല്ല, ഞാനൊരു കൃഷിക്കാരനാണ് എന്നാണ് കോള് പറയുന്നത്. എന്നാൽ അയാൾ അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. അവൻ തന്നെയാണ് ടാക്സ്മാൻ എന്ന് അവർ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ എത്ര ചോദിച്ചിട്ടും അവൻ ആ പാസ്വേഡ് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കൂട്ടിൽ നിന്നും ഒരു തേനീച്ച എടുക്കുകയാണ്. മാരക വിഷമുള്ള ഒരു തേനീച്ചയാണത്. എന്നിട്ട് അതിനെ അവന്റെ മുഖത്തേക്ക് നീക്കി പിടിച്ചു. സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതിനെ വെച്ച് ഞങ്ങൾ നിന്നെ കൊല്ലും എന്നാണ് അയാൾ പറയുന്നത്. കോളിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഓൾറെഡി അവൻ ലോക്കാണ്. എന്നാൽ പെട്ടെന്നാണ് അവരാരും തീരെ പ്രതീക്ഷിക്കാതെ അവിടുത്തെ ഡോറും തകർത്തുകൊണ്ട് ഒരു ലേഡി അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൾ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും വെടിവെച്ച് കൊല്ലുകയാണ്. അതിനുശേഷം അവൾ വേഗം ചെന്നിട്ട് കോളിനെ മോചിപ്പിക്കുകയും ചെയ്തു. ഈ സമയത്താണ് അവൻ അവളുടെ മുഖം കാണുന്നത്. അത് സാഡി ആയിരുന്നു. ഒരു ഞെട്ടലായിരുന്നു അവന്. സാഡി, നീയോ? നീ എവിടെ പോയതായിരുന്നു? നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചു എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് അവളിപ്പോ ഒന്നും പറയുന്നില്ല. എങ്ങനെയെങ്കിലും അവനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് അവൾ ശ്രമിക്കുന്നത്. അങ്ങനെ അവൾ അവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയം വേറെ ആൾക്കാർ അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു ഗംഭീര ഷൂട്ടൌട്ടാണ്. ആ ഷൂട്ടൌട്ട് നടക്കുന്നതിനിടയിൽ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഈ സമയത്താണ് അവൻ ആ സത്യം തിരിച്ചറിയുന്നത്. CIA-യുടെ ഏജന്റായ ആ ടാക്സ്മാൻ എന്ന് പറയുന്നത് ഇവളാണ്. ഇവളെ അന്വേഷിച്ചിട്ടാണ് ഇവന്മാര് നടന്നിരുന്നത്. അവൾ അവന്റെ അടുത്ത് പറഞ്ഞത് അവൾ എന്തോ ഒരു ആർട്ടിസ്റ്റ് ആണെന്നൊക്കെയാണ്. ഇപ്പൊ CIA-യുടെ ഏജന്റ് ആണെന്നൊക്കെ അറിയുമ്പോൾ അവനൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അങ്ങനെ അവിടുത്തെ ആൾക്കാരെയൊക്കെ കൊന്നതിന് ശേഷം അവർ ആ കൊള്ളസങ്കേതത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്താണ് അവരെവിടെയാണ് നിൽക്കുന്നത് എന്ന കാര്യം കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പാകിസ്ഥാനിലുള്ള ഒരു മലയടിവാരത്തിലാണ് അവരിപ്പോ നിൽക്കുന്നത്. ആ മലയ്ക്കകത്തുള്ള ഒരു ഗുഹയിലായിരുന്നു ഇത്രയും സമയം അവൻ ഉണ്ടായിരുന്നത്. ഈ സമയം സാഡി വന്ന ഒരു ജീപ്പ് അവിടെ നിർത്തിയിട്ടുണ്ട്. അവൾ ഉടനെ തന്നെ അവനെ വിളിച്ചുകൊണ്ട് ആ ജീപ്പിന്റെ അടുത്തേക്കാണ് പോകുന്നത്. എന്നാൽ പെട്ടെന്നാണ് വേറെയും കുറെ ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. അവരുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വന്ന ഉടനെ തന്നെ അവർ സാഡിയുടെ ജീപ്പിന് നേരെയാണ് ഫയർ ചെയ്യുന്നത്. അതോടുകൂടെ അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ അവർക്ക് സഞ്ചരിക്കാൻ വാഹനങ്ങളൊന്നുമില്ല. മാത്രമല്ല ആ ആൾക്കാരാണെങ്കിൽ അവരുടെ തൊട്ടടുത്ത് എത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൾ അവനെയും പിടിച്ചുകൊണ്ട് ആ താഴ്വാരത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അവരാണെങ്കിൽ അവരുടെ വണ്ടിയിലാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ആ മലയിൽ നിന്ന് താഴേക്ക് എത്തി. ഈ സമയവും ബാക്കിയുള്ളവർ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അവന്മാരിപ്പോഴും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഇനി എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ബസ് അങ്ങോട്ട് വരുന്നത്. അതിനകത്ത് കുറെ യാത്രക്കാരും ഉണ്ടായിരുന്നു.
സാഡി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ആ ബസ്സിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിലെ യാത്രക്കാരെ മൊത്തം ഇറക്കി വിടാണ്. അതിനുശേഷം കോളിനെ ആ ബസ്സിനകത്തേക്ക് കയറ്റി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിച്ചു പോകാൻ തുടങ്ങി. ഈ സമയം ബാക്കിയുള്ളവർ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു കിടിലൻ ചേസിംഗ് ആണ്. എന്നാൽ ആ ചേസിംഗിനിടയിൽ സാഡി ആണെങ്കിൽ ആ ബസ്സിനെ വെട്ടിച്ച് അമ്മരുടെ വണ്ടിക്കിട്ട് ഇടിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിനകത്തുണ്ടായിരുന്ന ആൾക്കാരൊക്കെ തെറിച്ച് ആ മലയിൽ നിന്ന് താഴേക്ക് വീഴാൻ തുടങ്ങി. അങ്ങനെ വളരെ കൂളായിട്ട് ഓരോരുത്തന്മാരെ കൊന്നു തള്ളുന്ന കണ്ട് കോളാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം കഷ്ടിച്ചാണ് അവൾ അവന്മാരെ കൊന്നു കളഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. ഇനി കാണിക്കുന്നത് ഈ കഥയിലെ മെയിൻ വില്ലനെയാണ്. ഇവന്റെ പേര് ലെവക് എന്നാണ്. ഇവനാണ് ആ ടാക്സ്മാനെ കണ്ടെത്താൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. അയാളിപ്പം ആ ഗുഹയ്ക്കുള്ളിലേക്ക് വന്നിരിക്കുകയാണ്. ഇത്രയും കാലം അവരെ സംബന്ധിച്ചിട്ട് ആ ടാക്സ്മാൻ ഒരു ഫേസ് ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പം അവർക്ക് അവന്റെ ഫേസ് കിട്ടി. അത് കോളാണ്. ഇവര് വിചാരിച്ചിരിക്കുന്നതും കോള് തന്നെയാണ് ടാക്സ്മാൻ എന്നാണ്. ഇതേ സമയം തന്നെ സാഡിയും കോളും അവിടുത്തെ റോഡിലൂടെ നടക്കുകയാണ്. കോളിനാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അവൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്ത് സാധനമാടി, എന്ത് കൂളായിട്ടാണ് നീ ആൾക്കാരെ കൊല്ലുന്നത്? നിന്റെ ഒരു കോവർക്കർ ഉണ്ടായിരുന്നല്ലോ, അവളെ മരിച്ചപ്പോൾ നിനക്ക് എന്ത് വിഷമമായിരുന്നു എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ, ഞാൻ അങ്ങനെ പാവപ്പെട്ട ആൾക്കാരെ ഒന്നും കൊല്ലാറില്ല, ഞാൻ കൊന്നത് മുഴുവൻ ബാഡ് പീപ്പിൾ ആണ്. പിന്നെ എന്റെ കോവർക്കർ, അവളുടെ പേര് എലീന എന്നാണ്. നല്ലൊരു വ്യക്തിയാണെന്നാണ് ഞാനും വിചാരിച്ചത്. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവൾ ഒരു സ്പൈ ആണെന്ന്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് അവളെ കൊന്നു കളഞ്ഞത്, കാരണം അതെന്റെ ജോലിയാണ് എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അതും കൂടെ കേൾക്കുമ്പോൾ കോളിനൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. നീ നിന്റെ ഫ്രണ്ടിനെ കൊന്നെന്നോ? നീ എന്തുമാത്രം നുണയാണ് സാഡി എന്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയാണ് നീ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സന്തോഷത്തിലുമായിരുന്നു. പക്ഷെ നീ ഇതുപോലെ ഒരാളാണെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല എന്നൊക്കെയാണ് കോള് പറയുന്നത്. എന്നാൽ അതൊക്കെ കേൾക്കുമ്പോൾ അവൾ അതിന് വല്ല മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല, കാരണം അവൾ അത്രയ്ക്ക് പ്രൊഫഷണൽ ആണ്. അങ്ങനെ അവർ ഉടനെ തന്നെ ഒരു ടാക്സി വിളിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. ഈ സമയവും ആ ലെവക്കാണെങ്കിൽ ആ ഗോയ്ക്കുള്ളിൽ തന്നെയാണ്. നേരത്തെ അവിടെ ഷൂട്ടൌട്ട് നടന്നതിൽ ഒരുത്തൻ മാത്രം എപ്പോഴും ജീവനോടെയുണ്ട്. പക്ഷെ അവനെ ചോദ്യം ചെയ്തിട്ടൊന്നും അവർക്കൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ കുറെ ജീവികളുണ്ടല്ലോ, ആ ലെവക്ക് നേരെ ചെന്നിട്ട് കുറെ ഉറുമ്പുകളെ പിടിച്ചിട്ട് അവന്റെ ശരീരത്തിലേക്ക് ഇട്ടു കൊടുക്കുകയാണ്. മാരകമായിട്ടുള്ള ഉറുമ്പുകളായിരുന്നത്. പെട്ടെന്ന് തന്നെ ആ ഉറുമ്പുകളെല്ലാം കൂടെ അവനങ്ങോട്ട് കൊന്നു കളഞ്ഞു. അങ്ങനെ അവന്റെ പണി തീർത്തതിന് ശേഷം ലെവക്ക് അയാളുടെ അനുയായികളുടെ അടുത്തൊരു കാര്യം പറയാണ്. എത്രയും പെട്ടെന്ന് ഈ ടാക്സ്മാന്റെ ഫോട്ടോ ഈ കോണ്ടിനെന്റിലുള്ള എല്ലാ അസാസിൻസിനും അയച്ചു കൊടുക്ക്. എന്നിട്ട് അവനെ ജീവനോടെ പിടിക്കാൻ പറ. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ $1 മില്യൺ തരാമെന്നും കൂടെ പറഞ്ഞേക്ക്. അവനെ കിട്ടിയെങ്കിൽ മാത്രമേ ആ പാസ്വേഡ് നമുക്ക് വീണ്ടെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ലെവക്ക് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ സമയം രാത്രിയായി. സാഡി കോളിനെയും കൊണ്ട് പോകുന്നത് പാകിസ്ഥാനിലെ മിങ്കോര എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഒരു മാർക്കറ്റാണത്. അവിടെ ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് അവളിപ്പോ അവനെയും കൊണ്ട് പോയിരിക്കുന്നത്. ഇവന്റെ പേര് മാർക്കോ എന്നാണ്. ഇവളുടെ ഒരു പഴയ ബോയ് ഫ്രണ്ട് ആയിരുന്നു അവൻ. സാഡിയെ കണ്ട ഉടനെ തന്നെ അവൻ അങ്ങോട്ട് വന്നിട്ട് അവളെ കിസ് ചെയ്യാണ്. എന്നാൽ അതെല്ലാം കാണുമ്പോൾ കോളിന് ശരിക്കും ചൊറിഞ്ഞു കയറി വരുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും കൂടെ അവിടെ ഒരു ടേബിൾ ചെന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി. മാർക്കോ ചോദിക്കുന്നത്, അല്ല ഗുഹയിൽ ആരാ അറ്റാക്ക് നടത്തിയെന്ന് കേട്ടല്ലോ, അത് നീയാണോ എന്നാണ് മാർക്കോ അവളുടെ അടുത്ത് ചോദിക്കുന്നത്. അതേ മാർക്കോ, അത് ഞാൻ തന്നെയാണ്. ആ ആസ്റ്റക്ക് ഒരു ടീം മോഷ്ടിച്ചിട്ടില്ലായിരുന്നു. ആ കൂട്ടത്തിലുള്ള ആൾക്കാരായിരുന്നു ആ ഗുഹയിൽ ഉണ്ടായിരുന്നത് എന്നാണ് അവള് പറയുന്നത്. ആസ്റ്റക്ക് എന്ന പേര് പറയുമ്പോൾ കോളിന് സംശയമായി. എന്താണ് ഈ ആസ്റ്റക്ക് എന്നാണ് അവൻ ചോദിക്കുന്നത്. അതിന് മറുപടി പറയുന്നത് മാർക്കോയാണ്. ഈ ആസ്റ്റക്ക് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബയോ കെമിക്കൽ വെപ്പണാണ്. അത് ഉപയോഗിച്ചിട്ട് ഈ ലോകത്തിലെ തന്നെ ഒരുപാട് ആളുകൾ ഇല്ലാതാക്കാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ ഗുഹയിൽ വെച്ച് കണ്ട ആൾക്കാരുണ്ടല്ലോ, അവർക്കൊരു തലവനുണ്ട്. അവന്റെ പേര് ലെവക് എന്നാണ്. അവന്റെ കയ്യിലാണ് ഈ ആസ്റ്റക്ക് ഉള്ളത്. അവനെ അന്വേഷിച്ചിട്ടാണ് സാഡി നീ ഇപ്പൊ നടക്കുന്നത്. പക്ഷെ ഒരു കാര്യം നീ മനസ്സിൽ വെച്ചോ, അവനോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം, കാരണം അത്ര ഡേഞ്ചറസ് ആണ് അവൻ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് മാർക്കോ ഇപ്പൊ അവളുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ ആ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം സാഡി ഇപ്പൊ മാർക്കോയ്ക്ക് മറ്റൊരു ജോലി കൂടെ കൊടുക്കുകയാണ്. അതായത് കോളിനെ സേഫ് ആയിട്ട് അവന്റെ നാട്ടിലെത്തിക്കണം. ആ കാര്യമാണ് അവൾ അവനെ ഏൽപ്പിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് അവൾ കോളിന്റെ അടുത്ത് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഒരു കാരണവശാലും നീ ഇനി എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്, അത് നിനക്ക് നല്ലതിനായിരിക്കത്തില്ല എന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ, അതിനാര് നിന്നെ കോൺടാക്ട് ചെയ്യുന്നു? അത്രയും വലിയ കാര്യമാണല്ലോ നീ എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. നിന്റെ പേര് പോലും ഞാൻ ഇനി ഓർക്കത്തില്ല എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ മാർക്കോയുടെ അടുത്ത് പറഞ്ഞ് സെറ്റാക്കിയതിന് ശേഷം സാഡി അവിടുന്ന് പോയി. ഈ സമയം മാർക്കോ ആണെങ്കിൽ അവനെയും കൊണ്ട് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ച് നടന്നൊരു സ്ഥലത്തെത്തുമ്പോഴാണ് പെട്ടെന്ന് മാർക്കോനെ ഒരുത്തും വെടിവെച്ച് കൊല്ലുന്നത്. ഒരു ഞെട്ടലോടെയാണ് കോള് തിരിഞ്ഞു നോക്കുന്നത്. അത് സാം ആയിരുന്നു. സോറി, ഈ സിനിമയിൽ ഇവൻ സ്വയം പരിചയപ്പെടുത്തുന്നത് ഗ്രാൻഡ് സൺ ഓഫ് സാം എന്നാണ്. ഇവൻ ഒരു അസാസിനാണ്. ആ കൊട്ടേഷൻ കിട്ടിയതിനെ തുടർന്ന് ടാക്സ്മാനെ പിടിക്കാനാണ് അവനങ്ങോട്ട് വന്നിരിക്കുന്നത്. അവനിപ്പോ സാഡിയെയും ലോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൻ കോളിനെയും സാഡിയെയും കൂട്ടി അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. കുറെ നടന്ന ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് പെട്ടെന്ന് മറ്റൊരു അസാസിൻ അങ്ങോട്ട് വന്നിട്ട് സാമിനെ ഷൂട്ട് ചെയ്തു എത്തുന്നത്. ഇയാളുടെ പേര് ലെപ്പേഡ് എന്നാണ്. ഇവനും ആ കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവനിപ്പം കോളിനെയും സാഡിയെയും കൂട്ടി നടക്കാൻ തുടങ്ങി. ഈ ലെപ്പേഡ് അവരെയും കൊണ്ട് പോകുന്നത് അവന്റെ കാറിന്റെ അടുത്തേക്കാണ്. അതിനുശേഷം അവരതിനകത്തേക്ക് കയറ്റി. എന്നാൽ ആ കാറിനകത്ത് മറ്റൊരു അസാസിൻ ഉണ്ടായിരുന്നു. ലെപ്പേഡ് അതിന്റെ അകത്തേക്ക് കയറിയ ഉടനെ തന്നെ ആ അസാസിൻ അവനെ കൊന്നു കളഞ്ഞു. അതെ, അത് ബക്കിയായിരുന്നു. ഈ സിനിമയിൽ ഇവന്റെ പേര് ഗോഡ് എന്നാണ്. ഇവനും ടാക്സ്മാനെ പിടിക്കാനുള്ള കൊട്ടേഷൻ കിട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അവൻ ഉടനെ തന്നെ കോളിന്റെയും സാഡിയുടെയും കഴുത്തിൽ ഒരു ചെറിയ ഡിവൈസ് ഫിറ്റ് ചെയ്യാണ്. അത് ഷോക്ക് അടിപ്പിക്കുന്ന ഒരു ഡിവൈസ് ആണ്. അതിന്റെ ട്രിഗർ ഇരിക്കുന്നത് അവന്റെ കയ്യിലെ മോതിരത്തിലാണ്.
അങ്ങനെ ഉടനെ തന്നെ വണ്ടി എടുക്കാനാണ് ഗോഡ് സാഡിയുടെ അടുത്ത് പറയുന്നത്. അതിനെ തുടർന്ന് അവൾ വണ്ടി എടുക്കുകയും ചെയ്തു. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവൻ വണ്ടി നിർത്താൻ പറഞ്ഞു. അതിനുശേഷം അവൻ അവരെയും കൊണ്ട് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് ഒരു കാർ വന്നിട്ട് ഗോഡിനെ ഇടിച്ച് തെറിപ്പിക്കുന്നത്. അതോടുകൂടെ ഗോഡിന്റെ പണി തീർന്നു. ആ കാർ ഓടിച്ചിരുന്നത് സാം ആയിരുന്നു. അവൻ ഇതുവരെയായിട്ട് മരിച്ചിട്ടില്ല. പക്ഷെ വെടി കൊണ്ടതുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും അവൻ തളർന്ന് താഴേക്ക് വീണു. ഇതെല്ലാം കാണുമ്പോൾ സാഡി നേരെ പോകുന്നത് ആ ഗോഡിന്റെ അടുത്തേക്കാണ്. അവൾ വേഗം ചെന്നിട്ട് ആ ട്രിഗർ ഉള്ള റിംഗ് ഊരിയെടുത്തു. അതിനുശേഷം അവൾ സാമിന് നേരെ തോക്ക് ചൂണ്ടിയിട്ട് അവന്റെ അടുത്തൊരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾക്കല്ലേ ടാക്സ്മാനെ പിടിക്കാനുള്ള കൊട്ടേഷൻ കിട്ടിയത്? ഇവൻ എവിടെ കൊണ്ടുവന്നാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവനാണെങ്കിൽ ആ സ്ഥലം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഉടനെ തന്നെ സാഡി കോളിനെയും കൊണ്ട് ആ സ്ഥലത്തേക്ക് പോവാണ്. അവിടേക്ക് പോകുന്ന വഴിക്ക് കോളാണെങ്കിൽ നല്ല രീതിയിൽ ബഹളം വെക്കുന്നുണ്ട്. നീ എന്തിനുള്ള പുറപ്പാടാണ്? അവരന്വേഷിക്കുന്നത് ടാക്സ്മാനെയാണ്, അതായത് എന്നെ. എന്നാൽ യഥാർത്ഥ ടാക്സ്മാൻ ആണെങ്കിൽ നീയാണ്. നിനക്കല്ലേ ആ പാസ്കോഡ് അറിയുന്നത്? എന്താണ് ആ പാസ്കോഡ്? അതെങ്കിലും എന്നോടൊന്ന് പറഞ്ഞതാ, എങ്കിൽ എനിക്ക് ചാവാതെങ്കിലും രക്ഷപ്പെടാം എന്നാണ് അവൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവൾ ആസ്റ്റെക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. ഈ ആസ്റ്റെക് എന്ന് പറയുന്ന ബയോ വെപ്പൺ ഒരു ബോക്സിനകത്താണ് ഇരിക്കുന്നത്. ആ ബോക്സ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള പാസ്വേഡ് വേണം. ആ പാസ്വേഡ് അറിയാവുന്നത് എന്റെ കോ വർക്കറായിരുന്ന എലീനയ്ക്കാണ്. അവൾ ആ പാസ്വേഡ് സെറ്റ് ചെയ്തത് ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ജനറ്റിക് സീക്വൻസ് വെച്ചിട്ടാണ്. അത് അവൾ ആ ലെവക്കിന് അയച്ചു കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ അവളെ പിടിച്ചു. പക്ഷെ അപ്പോഴേക്കും അവൾ ആ പാസ്വേഡ് നശിപ്പിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ പാസ്വേഡ് എനിക്ക് കിട്ടിയിട്ടില്ല. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇവിടെ നമുക്കൊരു ചാൻസ് ഉണ്ട്. ആ ലെവക്കിന് പാസ്വേഡ് കിട്ടാത്തോണ്ട് അവൻ ഉറപ്പായിട്ടും നമ്മളെ കൊല്ലാൻ പോകുന്നില്ല. മാത്രമല്ല ആ ആസ്റ്റെക് ഇപ്പോഴും അവന്റെ കയ്യിലുണ്ട്. പാസ്വേഡ് കിട്ടിയിട്ട് മാത്രമേ അവൻ അത് അവന്റെ ബയേഴ്സിന് വിൽക്കാനും സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ പ്ലാൻ നൈസായിട്ടൊന്ന് മാറ്റാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവള് കോളിന്റെ മൂക്കിനിട്ട് ഒരു ഇടി കൊടുക്കുകയാണ്. അതോടുകൂടെ അവൻ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ അവനെയും കൊണ്ട് പോകുന്നത് ഒരു എയർ സ്ട്രിപ്പിലേക്കാണ്. അവിടെയാണ് ആ ലെവക്കും ടീമും വരുന്നത്. അങ്ങനെ അവരവിടേക്ക് എത്തി കുറച്ച് സമയം കഴിയുമ്പോൾ ലെവക്കും കൂട്ടരും അങ്ങോട്ട് എത്തി. അവരുടെ കയ്യിൽ ആ ആസ്റ്റെക് അടങ്ങിയ പെട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ലെവക്ക് നേരെ ചെല്ലുന്നത് കോളിന്റെ അടുത്തേക്കാണ്. അവന്റെ വായിൽ ഇപ്പോൾ ഒരു കയറൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. ഈ സമയം ലെവക്ക് അവന്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. മര്യാദയ്ക്ക് ആ പാസ്കോഡ് പറഞ്ഞു തരുന്നതായിരിക്കും നിനക്ക് നല്ലത്, അല്ലെങ്കിൽ വെറുതെ നീ മരിക്കേണ്ടി വരും എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയം ആ കയറ് മാറ്റുമ്പോൾ അവൻ സത്യം പറയാൻ തുടങ്ങി. ദയവ് ചെയ്ത് ഞാൻ പറയുന്നു വിശ്വസിക്ക്, എനിക്ക് പാസ്കോഡ് അറിയത്തില്ല എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അത് കേട്ട ഉടനെ സാഡി അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ വയറ്റത്തിട്ട് ഒരു ഇടി കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റവനാണെങ്കിൽ ആ കയറെടുത്തിട്ട് വീണ്ടും അവന്റെ വായിലേക്ക് തന്നെ വെച്ചു കൊടുക്കുന്നു. അങ്ങനെ അവനെ സൈലന്റ് ആക്കിയതിനു ശേഷം സാഡി ലെവക്കിന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെ വെറുതെ ഒന്നും ആ പാസ്വേഡ് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ആദ്യം നിങ്ങൾ പൈസ താ, എന്നിട്ട് മാത്രമേ ആ പാസ്വേഡ് ഞങ്ങൾ തരത്തുള്ളൂ എന്നാണ് അവള് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. അവിടെ ഒരു വിമാനം കണ്ടില്ലേ, നീ അതിലേക്ക് കയറിക്കോ, പൈസ നിന്റെ കയ്യിൽ തന്നെ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവളെയും കോളിനെയും ഒക്കെ ആ വിമാനത്തിന്റെ അകത്തേക്ക് പറഞ്ഞുവിടാണ്. അങ്ങനെ അവർ പോയി കഴിയുമ്പോൾ ലെവക്ക് അയാളുടെ അസിസ്റ്റന്റിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നീ ഈ ബോക്സുമായിട്ട് അവരുടെ കൂടെ ചെല്ല്, എന്നിട്ട് ആ പാസ്വേഡ് കണ്ടുപിടിച്ചിട്ട് ഈ ബോക്സ് ഓപ്പൺ ചെയ്യും എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അപ്പൊ നിങ്ങൾ വരുന്നില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല. എങ്ങാനും നിങ്ങൾ റോങ് ആയിട്ടുള്ള പാസ്വേഡാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതോടെ എല്ലാവരുടെയും പണി തീരും. അതുകൊണ്ട് ഞാൻ വരുന്നില്ല. പക്ഷെ അടുത്ത തവണ ഞാൻ നിന്നെ കാണുമ്പോൾ ഈ ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ അയാളുടെ വണ്ടിയിലേക്ക് കയറുകയാണ്. അയാളുടെ അസിസ്റ്റന്റ് ആണെങ്കിൽ ആസ്റ്റെക് അടങ്ങിയ ബോക്സുമായിട്ട് ആ പ്ലെയിനിലേക്ക് കയറുകയും ചെയ്യുന്നു. അങ്ങനെ ഉടനെ തന്നെ ആ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്തു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. സാഡിയെയും കോളിനെയും ഒക്കെ അവരൊരു സീറ്റിൽ ഇരുത്തിയിരിക്കുകയാണ്. ഈ സമയത്താണ് ആ ലെവക്കിന്റെ അസിസ്റ്റന്റ് കോളിന്റെ ഫോണും എടുത്തിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ആ ഫോണിന്റെ വാൾപേപ്പർ കോളും സാഡിയും കൂടെ ബെഡിൽ കിടക്കുന്ന ഫോട്ടോയാണല്ലോ. അത് കാണുമ്പോൾ അവരൊരു ടീമാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവനിപ്പോ ആ ഫോട്ടോയാണ് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ പണി പാളി എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ നൈസായിട്ട് പ്ലേറ്റ് തിരിക്കുകയാണ്. നീ വിചാരിച്ച കറക്റ്റ് ആണ്, ഞങ്ങൾ ഒരു ടീമാണ്. പിന്നെ നീ കരുതുന്ന പോലെ പാസ്വേഡ് അവന്റെ കയ്യിലല്ല ഉള്ളത്, എന്റെ കയ്യിലാണുള്ളത് എന്ന് പറഞ്ഞിട്ട് അവൾ ഒരു ചെറിയ കുപ്പി എടുത്തിട്ട് അയാളുടെ കയ്യിൽ കൊടുക്കുകയാണ്. അതിനകത്താണ് ആ പാസ്വേഡ് ഉള്ളത് എന്നാണ് അവൾ പറയുന്നത്. അവനാണെങ്കിൽ ആ ചെറിയ കുപ്പി തുറന്നിട്ട് അതിനകത്തുള്ള സാധനം അവന്റെ കയ്യിലേക്ക് ഇടുന്നു. അത് മറ്റേ ഗോഡിന്റെ ആ ഷോക്ക് അടിപ്പിക്കുന്ന സാധനമായിരുന്നു. അത് അവന്റെ കയ്യിലേക്ക് വീണ ഉടനെ അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന മോതിരം കറക്കി. അതോടുകൂടെ അവൻ ഷോക്കേറ്റ് വീഴുകയും ചെയ്യുന്നു. ഈ സമയമാകുമ്പോഴേക്കും ബാക്കി ആൾക്കാരൊക്കെ അലേർട്ടായിട്ടുണ്ട്. അത് കണ്ട ഉടനെ അവൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് കോളും ആ ഫൈറ്റിൽ ഇടപെടുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും കൂടെ അതിനകത്തുള്ള ആൾക്കാരൊക്കെ ഇടിച്ചു വീഴ്ത്തി. എന്നാൽ ആ ഫൈറ്റിനിടയിൽ അവളുടെ വയറ്റിൽ നല്ലൊരു കുത്ത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. ഈ സമയം അവൾ അവന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നീ എന്നെ നോക്കണ്ട, ഈ പ്ലെയിനിൽ ഒരു പാരച്യൂട്ട് ഉണ്ട്, നീ ഈ ബോക്സുമായിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട് എന്നാണ് അവൾ അവന്റെ അടുത്ത് പറയുന്നത്. എന്നാൽ കോളിനെ സംബന്ധിച്ചിട്ട് അവളെ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ അവന് മനസ്സ് വരുന്നില്ല. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെയും തൂക്കിയെടുത്ത് ആ പാരച്യൂട്ട് അണിഞ്ഞ് ആ പ്ലെയിനിൽ നിന്ന് താഴേക്ക് ചാടുകയാണ്. അങ്ങനെ ഏതോ ഒരു ദ്വീപിലാണ് അവർ ചെന്ന് ലാൻഡ് ചെയ്യുന്നത്. അവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം അവൻ ആ പാരച്യൂട്ട് വെച്ചിട്ട് ഒരു ചെറിയ കൂടാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവൾ ഇപ്പോഴും ബോധമില്ലാതെ കിടക്കുകയാണ്. ഇവനൊരു കൃഷിക്കാരനാണല്ലോ. അവൻ ആ ദ്വീപിലൊക്കെ സെർച്ച് ചെയ്തിട്ട് എന്തൊക്കെയോ മരുന്നൊക്കെ കണ്ടുപിടിച്ച് അവളുടെ മുറിവ് വെച്ച് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അവൾക്ക് കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ അവൾക്ക് ബോധം വന്നു. ആ പ്ലെയിനിൽ നിന്ന് അവളെയും കൊണ്ട് ചാടിയപ്പോൾ ആ ആസ്റ്റെക് അടങ്ങിയ ബോക്സും കോള് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ അവൾക്ക് ശരിക്കും ആശ്വാസമായി. അങ്ങനെ ഇന്നത്തെ ദിവസം മുഴുവൻ അവർ ആ ദ്വീപിലാണ് കഴിയുന്നത്.
അതിനിടയിൽ അവരുടെ ലൊക്കേഷനൊക്കെ അവളുടെ CIA ഏജൻസിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സമയം രാത്രി അവരിപ്പോ അവിടെ തീയൊക്കെ കൂട്ടിയിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും അവരവരുടെ പിണക്കൊക്കെ മറന്നിട്ടുണ്ട്. അങ്ങനെ വീണ്ടും അവർ അടുപ്പത്തിലാവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവർ ആ ദ്വീപിൽ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ലെവക്കിന്റെ ആൾക്കാരൊക്കെ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ ആ ആൾക്കാരൊക്കെ അവർക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. കോളും സാഡിയും ആണെങ്കിൽ അവിടെ മറിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ആ CIA ഏജൻസ് ഒക്കെ ബോട്ടിൽ അങ്ങോട്ട് വരുന്നത്. അങ്ങോട്ട് എത്തിയ ഉടനെ അവർ ആ ലെവക്കിന്റെ ആൾക്കാരെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താൻ തുടങ്ങി. അതിനിടയിൽ ഒരുത്തനാണെങ്കിൽ ആ ടെന്റിന്റെ അകത്തേക്ക് ചെന്നിട്ട് ആ ആസ്റ്റേക്ക് അടങ്ങിയ ബോക്സ് എടുത്തു. അതിനുശേഷം അവർ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ്. ആ CIA ആൾക്കാരൊക്കെ അവിടേക്ക് എത്തിയപ്പോഴേക്കും ബാക്കിയുള്ളവന്മാരൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആ ബോക്സ് നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ ആ ഏജൻസിന്റെ കൂടെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവർ നേരെ പോകുന്നത് CIA ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ്. അവിടേക്ക് എത്തിയതിനു ശേഷം CIA ആൾക്കാരൊക്കെ അവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അവരെന്തെങ്കിലും ഉടായ്പ കളിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിയിട്ടാണ് അവർ ചോദ്യം ചെയ്യുന്നത്. പക്ഷെ ചില കാര്യങ്ങളൊന്നും അവർ സത്യമല്ല പറയുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരെയും മാറ്റി നിർത്തി അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഒരാൾ ഇപ്പൊ കോളിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം നിങ്ങൾ സത്യമല്ല പറയുന്നത്. നീ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണോ? അവൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് നിനക്കറിയോ? അവൾ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന് നിനക്കറിയോ? എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കൊന്നു കളഞ്ഞ ആൾക്കാരുടെ ഫോട്ടോയൊക്കെ അയാൾ അവന് കാണിച്ചു കൊടുക്കുകയാണ്. ആ കൂട്ടത്തിൽ ആ എലീനയും ഉണ്ടായിരുന്നു. ഈ സമയത്താണ് കോൾ ആ എലീനയുടെ ഫോട്ടോ ശ്രദ്ധിക്കുന്നത്. അതിൽ നിന്ന് അവനൊരു ക്ലൂ കിട്ടി. അവൻ അത് ഉടനെ തന്നെ എല്ലാവർക്കും വിശദീകരിച്ചു കൊടുക്കാൻ തുടങ്ങി. ഈ സമയം CIA ചീഫും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എലീന മരിച്ചു കിടക്കുന്നതിന്റെ മുകളിലായിട്ട് നിങ്ങൾ ഒരു ചെടി കണ്ടോ? ഇത് സാധാരണ ഒരു ചെടിയല്ല. ഈ ആസ്റ്റക് എന്ന് പറയുന്ന ഒരു ഗോത്രവർഗ്ഗക്കാരുണ്ട്. അവരുടെ ചില ആചാരങ്ങളിലൊക്കെ അവർ ഈ ചെടി ഉപയോഗിക്കുന്നുണ്ട്. ഇതങ്ങനെ വെറുതെ കിട്ടുന്ന ഒരു ചെടിയല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഈ ചെടിയുടെ ജനറ്റിക് സീക്വൻസ് വെച്ചിട്ടായിരിക്കും ആ എലീന പാസ്കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് കോൾ ഇപ്പോൾ വിശദീകരിച്ചു കൊടുക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ചെടി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാനാണ് അവരുടെ ചീഫ് ഓർഡർ ഇടുന്നത്. അങ്ങനെ ആൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ സാഡി ചീഫിന്റെ അടുത്തൊരു കാര്യം പറയാണ്, നമുക്ക് ഇത് വെച്ചിട്ട് ആ ലെവക്കിനെ ലോക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ടാക്സ്മാൻ പാസ്വേഡ് വിൽക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന് അയാൾക്ക് ഒരു മെസ്സേജ് അയക്കാം. പക്ഷെ വെറുതെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അയാൾ അത് വിശ്വസിക്കത്തില്ല. അതിന് മറ്റൊരു വഴിയുണ്ട്. ഈ പാസ്വേഡിന് 4 സെക്ഷനാണുള്ളത്. അതിൽ ആദ്യത്തെ സെക്ഷൻ നമുക്ക് അയാൾക്ക് അയച്ചു കൊടുക്കാം. അപ്പൊ അയാൾ അത് ആ ബോക്സിൽ അടിച്ചു നോക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വരും. അത് കറക്റ്റ് ആയി കഴിയുമ്പോൾ അയാൾക്ക് നമ്മളെ വിശ്വസിക്കാന്നല്ലാതെ മറ്റൊരു മാർഗം ഉണ്ടാവത്തില്ല. അങ്ങനെ അയാൾ നമ്മുടെ പ്ലാനിൽ വീഴുകയും ചെയ്യും. അങ്ങനെ പ്ലാനിൽ വീണ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. ഈ ഒരു പ്ലാനാണ് സാഡി ചീഫിന്റെ അടുത്ത് പറയുന്നത്. അത് നല്ലൊരു ഐഡിയ ആണ് എന്ന കാര്യം ചീഫിന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഓപ്പറേഷന് കോള് തന്നെ പോട്ടെ എന്നാണ് അവര് പറയുന്നത്. കോളാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൾ അത് സമ്മതിക്കുന്നില്ല. കാരണം കോളിന് എക്സ്പീരിയൻസ് ഇല്ലാത്തതാണ്. അവിടെ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവൻ ഉറപ്പായിട്ടും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അത് അവൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഓപ്പറേഷന് ഞാൻ തന്നെ പോവാം എന്നാണ് അവൾ പറയുന്നത്. എന്നാൽ ബാക്കിയുള്ളവർ അതിന് സമ്മതിക്കുന്നില്ല. നീ പോണ്ട, കോള് തന്നെ പോയാൽ മതി എന്നാണ് ചീഫ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വളരെ സങ്കടത്തോടെ അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ പ്ലാൻ പ്രകാരം അവർ ആ പാസ്പോർട്ടിന്റെ ആദ്യത്തെ സെക്ഷൻ ആ ലെവക്കിന് അയച്ചു കൊടുത്തു. അവരത് ആ ബോക്സിൽ അടിച്ചു കഴിയുമ്പോൾ അത് കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ സംഗതി ജെനുവിനാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. എന്നാൽ ഈ സമയത്താണ് ഈ ലെവക്കിന്റെ ബയർ അങ്ങോട്ട് വരുന്നത്. ഇയാളുടെ പേര് യൂട്ടാമി എന്നാണ്. വല്ലാത്ത ദേഷ്യത്തിലാണ് അയാൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് ഈ ആസ്റ്റക്കിന്റെ ആദ്യത്തെ പേയ്മെന്റ് തന്നപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിന്റെ പാസ്വേഡ് ഇല്ല എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. നിങ്ങളല്ലേ ഇതിന്റെ പാസ്വേഡ് മേടിക്കാൻ വേണ്ടി ആ ടാക്സ്മാനെ കാണാൻ പോകുന്നത്? ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് ആ പാസ്കോഡ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ നിന്റെ പണി ഞാൻ തീർക്കും എന്ന് പറഞ്ഞിട്ട് അയാൾ ആ ആസ്റ്റക്ക് അടങ്ങിയ പെട്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. കോൾ ഇപ്പൊ ആ ടാക്സ്മാൻ ആയിട്ട് ഒരു ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ വെച്ചിട്ടാണ് ആസ്റ്റക്കിന്റെ ആ ഡീല് നടക്കുന്നത്. CIA ഏജൻസ് ഒക്കെ പുറത്തൊരു വാനിലിരിക്കുന്നുണ്ട്. അവരവിടുത്തെ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് കോളിന് വിവരങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കോൾ ഉടനെ തന്നെ ആ ഹോട്ടലിലേക്ക് കയറി അവന് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്ന സീറ്റിൽ ചെന്നിരിക്കുകയാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ ആ യൂട്ടാമിയും കൂട്ടി അങ്ങോട്ട് എത്തി. യൂട്ടാമിയും ടീമും ആ ഹോട്ടലിലേക്ക് കയറുന്ന കാണുമ്പോൾ ആ വാനിനകത്തിരിക്കുന്ന CIA ഏജൻസ് ഒക്കെ ആ കാര്യം അപ്പം തന്നെ കോളിനെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അവർ ആ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലെവക്കിന്റെ ആൾക്കാരൊക്കെ വാന്റെ ഡോർ ഓർക്കുന്നത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ അതിനകത്തിരിക്കുന്ന ആൾക്കാർക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ അതിൽ ഒരുത്തം മരിച്ചിട്ടില്ല. അയാൾ ഇപ്പോഴും കോളുമായിട്ട് കണക്റ്റഡ് ആണ്. നീ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവൂ എന്നാണ് അയാൾ കോളിനോട് പറയുന്നത്. അത് കേട്ട ഉടനെ കോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ആ വെടിശബ്ദമൊക്കെ അവനും കേട്ടിട്ടുണ്ട്. മൊത്തത്തിൽ പ്രശ്നമായി എന്ന കാര്യം അവന് മനസ്സിലായി. എന്നാൽ ആ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവനതിന് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും ഈ പരിപാടി തീർക്കണം. അതിനുവേണ്ടി ആ ലെവക്കിനെയും കൂട്ടരെയും മീറ്റ് ചെയ്യാൻ തന്നെയാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. അവൻ ഇത്ര കോൺഫിഡൻസോടെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ മറ്റൊരു കാരണമുണ്ട്. ഇനിയിപ്പോൾ അവിടെ എന്തൊക്കെ സംഭവിച്ചാലും അവനെ രക്ഷിക്കാൻ സാഡി വരും എന്ന കാര്യം അവന് ഉറപ്പാണ്. അങ്ങനെ അവൻ വീണ്ടും ആ സീറ്റിലേക്ക് തന്നെ ചെന്നിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ലെവക്കും ടീമും അങ്ങോട്ട് എത്തി. അവർ ഉടനെ തന്നെ കോളിന്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്.
അതിനുശേഷം ആ പാസ്കോഡിന്റെ കാര്യങ്ങളൊക്കെ അവന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ ആ പാസ്വേഡിന്റെ ബാക്കി എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും കോളിന് അറിയത്തില്ല. അവൻ ഇപ്പോഴും അവള് വരും എന്ന പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഇതുവരെയായിട്ട് അവൾ എത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആ സമയം ഒന്ന് നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി അവനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവരുടെ അടുത്ത് പറയാണ്. അതായത് നിങ്ങൾ തരാമെന്ന് പറഞ്ഞ പൈസ കുറവാണ്, ആ പൈസ ഡബിൾ ആക്കേണ്ടി വരും, എങ്കിൽ മാത്രമേ എനിക്ക് പാസ്കോഡ് തരാൻ പറ്റത്തുള്ളൂ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കോൾ അവരുടെ അടുത്ത് പറയുന്നത്. അവനിങ്ങനെ വളവളാന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ആ യൂട്ടാമിക്ക് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വരാൻ തുടങ്ങി. അയാൾ വല്ലാതെ അങ്ങോട്ട് ഷൗട്ട് ചെയ്യാണ്. അത് കാണുമ്പോൾ ആ ലെവക്കാണെങ്കിൽ ഒരു തോക്കെടുത്തിട്ട് കോളിന്റെ ശരീരത്തിലേക്ക് വെക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയത്താണ് സാഡിയുടെ എൻട്രി. അത് ഒന്നൊന്നര ഒരു വരവായിരുന്നു. അങ്ങനെ അവൾ വേഗം തന്നെ വന്നിട്ട് കോളിന്റെ അടുത്തേക്ക് ഇരുന്നു. അവിടെ വന്ന് ഇരുന്ന് കഴിയുമ്പോഴാണ് ഈ ലെവക്കിന്റെ ബയർ ഈ യൂട്ടാമിയാണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലായത്. അങ്ങനെ അവൾ നേരിട്ട് യൂട്ടാമിയുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. പാസ്വേഡ് എന്റെ കയ്യിലുണ്ട്, പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഈ പാസ്വേഡിന്റെ വില കുറച്ച് കൂടുതലാണ്. നിങ്ങൾ ലെവക്കിന് കൊടുക്കാന്ന് പറഞ്ഞ പൈസയുടെ പകുതി എനിക്ക് കിട്ടണം. അത് ഈ അക്കൗണ്ട് നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഉടനെ തന്നെ വേണ്ട, ഈ പാസ്വേഡ് അടിച്ച് ഈ ബോക്സ് തുറന്നതിന് ശേഷം മതി എന്ന് പറഞ്ഞിട്ട് അവൾ ആ അക്കൗണ്ട് നമ്പർ അയക്കുന്നേരം നീക്കി വെച്ച് കൊടുക്കുകയാണ്. അത് കാണുമ്പോഴാണ് അവളാണ് ഒറിജിനൽ ടാക്സ്മാൻ എന്ന കാര്യം ലെവക്കിന് മനസ്സിലാവുന്നത്. അപ്പൊ നീയാണല്ലേ ടാക്സ്മാൻ, അപ്പൊ ഇവൻ ആരാടി എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇവൻ എന്റെ ബോയ് ഫ്രണ്ട് ആണ് എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ യൂട്ടാമി അവളുടെ ഡീലിന് സമ്മതിച്ചു. അതിനെ തുടർന്ന് അവൾ ആ പാസ്വേഡ് അടിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ ബോക്സ് തുറക്കുകയും ചെയ്തു. അങ്ങനെ ആസ്റ്റക് എന്ന് പറയുന്ന ആ ബയോ വെപ്പൺ ഇപ്പൊ അയാൾക്ക് കിട്ടി. അതിനെ തുടർന്ന് അയാളുടെ നിർദ്ദേശപ്രകാരം അവൾ ചോദിച്ച പൈസ ഉടനെ തന്നെ അയാളുടെ ഒരു അസിസ്റ്റന്റ് അവളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. $10 മില്യൺ ആയിരുന്നു അത്. അത് ക്രെഡിറ്റ് ആയി കഴിയുമ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമായി. എന്നാൽ ഈ സമയത്താണ് ലെവക്ക് അവളുടെ ശരീരത്തിലേക്ക് തോക്ക് വെക്കുന്നത്. നീ എന്താടി എന്നെ മണ്ടനാക്കുകയാണോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ലെവക്ക്. ഈ പൈസ ഞാൻ മേടിച്ചത് എന്തിനാണെന്നാണ് നീ വിചാരിച്ചത്? ഈ പൈസ നിന്റെ തലയ്ക്ക് ഞാൻ ഇടുന്ന വിലയാണ് എന്നാണ് അവൾ പറയുന്നത്. അവൾ അത് പറഞ്ഞു തീരുമ്പോൾ ആ ഫ്ലോറിലായിട്ട് ഒരുപാട് അസാസിൻസ് നിൽക്കുന്നുണ്ട്. അവരുടെ ഒക്കെ ഫോണിലേക്ക് ഒരു മെസ്സേജ് പോവാണ്. അതായത് ആ ലെവക്കിനെ കൊന്നു കഴിഞ്ഞാൽ $10 മില്യൺ നിങ്ങൾക്ക് കിട്ടും. അതായിരുന്നു ആ മെസ്സേജ്. ആ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ആ അസാസിൻസ് ഒക്കെ അവരുടെ തോക്കുമായിട്ട് നേരെ ലെവക്കിന്റെ അടുത്തേക്കാണ് വരുന്നത്. അവരെല്ലാവരും ലെവക്കിനെ നേരെ തോക്ക് ചൂണ്ടുമ്പോൾ ലെവക്കിന്റെ കുറച്ച് അസിസ്റ്റൻസ് അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അവരെല്ലാവരും ആ അസാസിൻസിന് നേരെ തോക്ക് ചൂണ്ടി. ഇതായിരുന്നു അവൾ വിചാരിച്ച അവസരം. അവൾ നൈസായിട്ട് ആ ആസ്റ്റക്ക് കയ്യിലെടുക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ ഒരുത്തനെ അവൾക്ക് നേരെ ഷൂട്ട് ചെയ്തു. ഒരുത്തൻ വെടി പൊട്ടിക്കേണ്ട താമസം ബാക്കി എല്ലാവരും ചറപറ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു ഗംഭീര ഷൂട്ട് ഔട്ട് ആണ്. അങ്ങനെ ആ ഷൂട്ട് ഔട്ട് നടക്കുന്നതിനിടയിൽ എങ്ങനെയെങ്കിലും ആ ആസ്റ്റക്കും എടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് അവൾ ശ്രമിക്കുന്നത്. പക്ഷെ എല്ലാവരും ഇപ്പൊ അവളുടെ നേർക്കാണ് വരുന്നത്. വളരെ കഷ്ടപ്പെട്ടാണ് അവന്മാരെയൊക്കെ വെടിവെച്ച് വീഴ്ത്തിയിട്ട് അവൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. ഇതേ സമയം തന്നെ കോളാണെങ്കിൽ വേറൊരുത്തരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അതിനിടയിലാണ് അവൻ കോളിന് നേരെ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ ആ വെടി കൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ഒരു മെഷീനിലാണ്. ഈ റെസ്റ്റോറന്റിന് ഒരു പ്രത്യേകതയുണ്ട്, അതിങ്ങനെ വട്ടത്തിൽ കറങ്ങും. അത് ഓൺ ആക്കേണ്ട സ്വിച്ചിലാണ് ആ വെടി കൊണ്ടിരിക്കുന്നത്. അതോടുകൂടെ ആ റെസ്റ്റോറന്റ് ഇങ്ങനെ വളരെ വേഗത്തിൽ കറങ്ങാൻ തുടങ്ങി. ഇതേ സമയം തന്നെ സാഡി ആണെങ്കിൽ ഒരു സ്ഥലത്ത് മറിഞ്ഞിരിക്കുകയാണ്. അതിനിടയിലാണ് നമ്മുടെ ഡെഡ്പൂൾ അങ്ങോട്ട് വരുന്നത്. ഈ സിനിമയിൽ അവന്റെ പേര് ജോനാസ് എന്നാണ്. ഇവളുടെ പഴയൊരു ബോയ് ഫ്രണ്ട് ആയിരുന്നു അവൻ. പക്ഷെ ബ്രേക്കപ്പ് ആയി. എന്നാൽ ഇപ്പൊ അവൻ വീണ്ടും അവളുമായിട്ട് ഒട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്നാൽ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരിക്കലും ശരിയാവത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ബ്രേക്കപ്പ് ആയത്. പിന്നെ ഇതൊന്നും സംസാരിക്കാനുള്ള ഒരു സന്ദർഭമല്ല ഇത്, അതുകൊണ്ട് വേഗം നീ ഇവിടെ നിന്ന് പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ അവനവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഇതേ സമയം തന്നെ ആ യൂട്ടാമി നേരെ പോകുന്നത് ആ ലെവക്കിന്റെ അടുത്തേക്കാണ്. എങ്ങനെയെങ്കിലും നീ എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്നാണ് അയാൾ ലെവക്കിന്റെ അടുത്ത് പറയുന്നത്. അതേക്കുമ്പോൾ താനൊന്ന് പോടോന്നും പറഞ്ഞിട്ട് ലെവക്ക് ആ യൂട്ടാമിയെ വെടിവെച്ച് കൊല്ലാണ്. അങ്ങനെ കുറെ നേരം എല്ലാവരും തമ്മിലുള്ള ഈ ഫൈറ്റ് നടക്കുന്നുണ്ട്. ആ റെസ്റ്റോറന്റ് ആണെങ്കിൽ വളരെ വേഗത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ലെവക്ക് നേരെ സാഡിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അതിനുശേഷം അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഫൈറ്റിനിടയിൽ അവർ രണ്ടുപേരും നേരെ ചെന്ന് വീഴുന്നത് ആ റെസ്റ്റോറന്റിന്റെ ഗ്ലാസിന്റെ മുകളിലേക്കാണ്. അതോടൊപ്പം തന്നെ അവരുടെ കയ്യിൽ നിന്നും ആ ആസ്റ്റക്ക് തെറിച്ചിട്ട് കുറച്ച് അപ്പുറത്തേക്ക് വീണുപോയി. അങ്ങനെ അവർ തമ്മിൽ വീണ്ടും അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതും കണ്ടുകൊണ്ടാണ് കോൾ അങ്ങോട്ട് വരുന്നത്. കോൾ ഇപ്പൊ അവളുടെ അടുത്തേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അതിങ്ങനെ കറങ്ങുന്നതുകൊണ്ട് അവൻ അത്ര പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ സാധിക്കുന്നില്ല. എങ്കിലും കഷ്ടപ്പെട്ട് അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് അവൻ വേഗം അവരുടെ മുകളിലേക്ക് ചാടുകയാണ്. അതോടൊപ്പം തന്നെ ആ ലെവക്കാണെങ്കിൽ കുറച്ച് അപ്പുറത്തേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. ഈ സമയം അയാളാണെങ്കിൽ ആ ആസ്റ്റക്ക് എടുക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അത് കാണുമ്പോൾ സാഡി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു തോക്ക് കിടക്കുന്നുണ്ട്. അവൾ അത് എടുത്തിട്ട് അയാൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും അയാൾ ആ ആസ്റ്റക്കും എടുത്തിട്ട് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞിരുന്നു. ഈ സമയം അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ നേരെ മുകളിൽ നിൽക്കുന്ന സാധനത്തിനാണ് ഷൂട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അത് പൊളിഞ്ഞ ലെവക്കിന്റെ മേലേക്കാണ് വീഴുന്നത്. എന്നാൽ അത് അയാളുടെ മേലേക്ക് വീഴുമ്പോഴേക്കും കോളാണെങ്കിൽ അവളെ പിടിച്ചിട്ട് അപ്പുറത്തേക്ക് ഇടുകയും ചെയ്യുന്നു. അങ്ങനെ അയാൾ താഴേക്ക് വീണെങ്കിലും അവളുടെ കയ്യിൽ ആ ആസ്റ്റക്ക് കിട്ടി. അങ്ങനെ അവർ പ്ലാൻ ചെയ്ത പോലെ അവരിപ്പോ ആ വെപ്പൺ സെക്യൂർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ സമാധാനത്തോടെ കുറച്ച് സമയം അവരവിടെ തന്നെ കിടക്കുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചു. കോൾ അവളെയും കൊണ്ട് നേരെ പോകുന്നത് അവന്റെ വീട്ടിലേക്കാണ്. അങ്ങനെ അവന്റെ ഫാമിലിക്ക് അവൻ അവളെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇന്നത്തെ ദിവസം അവരൊരു ലഞ്ച് കഴിക്കുകയാണ്. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് അവൾ തിരിച്ചുപോയി. ഒരു ദിവസം രാത്രി വീണ്ടും അവരൊരു ഡേറ്റിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. കുറച്ച് സമയമായിട്ട് അവൻ അവളെ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. അവൾ അവളുടെ കാറിൽ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവൻ അവന്റെ സാധനങ്ങളും എടുത്തിട്ട് നേരെ ആ കാറിന്റെ ഡിക്കി തുറക്കുകയാണ്. എന്നാൽ അതിനകത്ത് ഒരാളെ അവള് പിടിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു ആംസ് ഡീലർ ആയിരുന്നു.
സാധാരണ അവൻ പേടിക്കേണ്ടതാണ്, എന്നാൽ അവളുടെ ജോലിയല്ലേ, അതുകൊണ്ട് തന്നെ അവൻ അത് വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. അവൻ ഉടനെ തന്നെ അവന്റെ സാധനങ്ങൾ കൂടെ ആ ഡിക്കിയിലേക്ക് വെച്ചിട്ട് ഡിക്കി ക്ലോസ് ചെയ്യാണ്. അതിനുശേഷം അവർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും എഴുതി അയക്കാൻ മറക്കരുതേ. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.